ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ പേര് റജീന ആണ്. ഈങ്ങാപ്പുഴ കണ്ണപ്പുകുണ്ട് സ്വദേശിയാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് ഞാനൊരു ട്രാവൽസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഷായർ സാറും ബിജു സാറും ഈ അവസരം എനിക്ക് കേൾപ്പിച്ചു. കേട്ട സമയത്ത് നല്ലതാണെന്ന് തോന്നി, ഏറ്റെടുത്തു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്നെ കൊണ്ടുവന്ന വേറൊരു ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് നിർത്തിപ്പോയ സമയത്ത് ഞാനും ഇത് നിർത്തി. അങ്ങനെ ഒരു 1.5 വർഷക്കാലം കഴിഞ്ഞ സമയത്ത് ഷായർ സാറ് വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് തിരിച്ച് എന്നെ ഈ മൈ ലൈഫിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അയ്യൂബ് സാറിൻ്റെ കയ്യിലോട്ടാണ് ഏൽപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ റാങ്കിൽ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. സാധാരണ ലേഡീസിനെ പോലെ തന്നെയായിരുന്നു. കയ്യിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ TTC പഠിച്ചു, ടീച്ചറായി 7 വർഷം ജോലി ചെയ്തു. അതിനുശേഷമാണ് കമ്പ്യൂട്ടർ പഠിച്ചിട്ട് ട്രാവൽസിൽ നിന്നത്. ആ സമയത്താണ് ഇത് കിട്ടിയത്. ആ സമയത്തും കൈ കിട്ടിയ വരുമാനം ഒരു 7,000 രൂപയായിരുന്നു അവിടെ സാലറി. അതിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി. വേറെ എന്തെങ്കിലും ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ആ സമയത്ത് ഇത് കിട്ടിയ സമയത്ത് ഞാനും വിചാരിച്ചത് ഒരു പേസ്റ്റ് കൊടുത്താൽ 50 രൂപ അതിൽ നിന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒരുപാട് ഉയരങ്ങളിലേക്കൊന്നും എത്തുമെന്ന് അറിയില്ല. കാരണം നെറ്റ്വർക്ക് ആദ്യമായിട്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇതിൽ കയറി നിന്ന സമയത്താണ് മനസ്സിലായത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ, അല്ലേ? ആളുകളെ പരിചയപ്പെടുത്താൻ, പ്രൊഡക്റ്റൊക്കെ കൊടുക്കാൻ. കാരണം അത്രേ ഇതിനെക്കുറിച്ച് അന്ന് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ലേശം വൈകി TC ഒക്കെ ആവാനും വിട്ടുപോവാതെ പിടിച്ചു നിന്നു. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. നാട്ടിൽ നിന്ന് ലേഡീസൊക്കെ സ്ഥിരമായിട്ട് പുറത്തു പോകുന്ന സമയത്ത് പലതും ആളുകളിൽ കേട്ട് മനസ്സ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡിലേക്ക് എടുക്കാതെ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപാട് നേട്ടങ്ങൾ എന്നിട്ട് പറയാം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ടാണ്. കാരണം സാധാരണ ലേഡീസിനെ പോലെ തന്നെ എന്ന് പറയാൻ ചില ആളുകൾക്ക് വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടൂല. പക്ഷേ എനിക്ക് സപ്പോർട്ടില്ല എന്ന് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഫിനാൻഷ്യലായിട്ട് കുറച്ച് പുറകോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അയ്യൂബ് സാർ ആദ്യമായിട്ട് വീട്ടിൽ വന്ന സമയത്ത് നിലത്തിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്കിതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞതേ ചെയ്യണം. അങ്ങനെ ഒരു എന്താ പറയുക, ഈ ബിസിനസ് വേണ്ട രീതിയിൽ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ പണി എനിക്ക് മുഴുവനായിട്ടും തീർക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ബാങ്കിൽ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് തീർക്കാൻ സാധിച്ചു. പക്ഷെ അതൊന്നും മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു അവസരമല്ല എന്ന് മനസ്സിലാക്കി. എനിക്ക് 2 വീലർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ലാപ്ടോപ്പ് വാങ്ങി. അതൊന്നും നമ്മൾ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, സാറേ എനിക്കൊരു വണ്ടി എടുക്കണം. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് സാറിനെ വിളിച്ചിട്ട് പറയാം, സാറേ ഇന്ന് എനിക്ക് കാർ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഓക്കെ ഏതാ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു അത്യാവശ്യം എല്ലാ സ്റ്റെപ്പും ഉള്ളൊരു കാർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി എത്തിയത് കോഴിക്കോടുള്ള കിയ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് മൈ ലൈഫിൻ്റെ ഒരു ബ്രാൻഡാണ് കിയ എന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവരും അവിടെ പോയിട്ടാണ് കാർ എടുക്കുന്നത്. അപ്പോൾ മകനോട് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു സൺറൂഫ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ട് 13 ലക്ഷത്തിൻ്റെ കിയ സോണറ്റ് എന്ന കാറ് ബുക്ക് ചെയ്യുന്നതും അത് എടുത്തിട്ട് വരുന്നതും. കാരണം അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് സാധാരണയായിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എനിക്ക് ചിന്തിക്കാനുള്ള ഒരു ശക്തി തന്നത് മൈ ലൈഫാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളതും ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാനുള്ള ഒരുപാട് അവസരം എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ വരെ ഡെലിവറി ആയിട്ട് പോയിട്ടുണ്ട്. കാരണം ഈ മൈ ലൈഫ് ചെയ്യുന്ന സമയത്ത് ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ മൈ ലൈഫ് നന്നായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു സമയത്താണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പിടിച്ചു നിൽക്കുക. പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഒരു 4.5 വർഷം കൊണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിലും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വലിയ വിജയങ്ങളിൽ നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.